ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രാമപ്രദേശം, അതായത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലുള്ള ഒരു ഗ്രാമപ്രദേശം. നല്ല പോപ്പുലേഷനുള്ള സ്ഥലമാണ്, പക്ഷേ കൂടുതലായിട്ടും ഇവിടുത്തെ ജനങ്ങൾ കേരളത്തെ ആശ്രയിക്കുന്നത്, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തെ ആശ്രയിക്കുന്നത്. എന്തുകൊണ്ട് അവർ കേരളത്തെ ആശ്രയിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും. ഒരു ദിവസം ഇവിടെ വയനാട് സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് 36 പ്രാവശ്യം KSRTC ബസ് ഈ ഗ്രാമത്തിലേക്ക് ട്രിപ്പുകൾ വരുന്നു. ഇവിടെ ഗ്രാമക്കാഴ്ചകളുണ്ട്, കൃഷി മേഖലയുണ്ട്, വനമേഖലയുണ്ട്. ആ വനപ്രദേശത്തൂടെ ചെറിയ റോഡുകളൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അതിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഒറ്റപ്പെട്ട ട്രൈബൽ കോളനികളും അവിടെ കുറച്ച് പേര് മാത്രം താമസിക്കുന്ന കൊച്ചു കൊച്ചു വീടുകളും ഒക്കെ കാണും. അപ്പോൾ ഈ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ആ ഒരു ബോർഡർ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നീലഗിരി ജില്ലയിലുള്ള അയ്യങ്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്, പക്ഷേ ഇത് കേരളത്തിൻ്റെ ബോർഡറിൽ നിൽക്കുന്ന സ്ഥലമാണ്. ഒരുപാട് മലയാളികളൊക്കെ ഉള്ള സ്ഥലമാണ്. അത് മലയാളികൾ മാത്രമല്ല, ഇവിടെ തമിഴരും അതുപോലെ തന്നെ കന്നഡ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ കുറച്ചൊക്കെ ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് ഗൂഡല്ലൂരിലേക്ക് ഒരു 30 കിലോമീറ്റർ ഉണ്ടെങ്കിലും ബത്തേരിയിലേക്ക് പോകാൻ അതിൻ്റെ പാതി ദൂരം മതി. ഒരു 15 to 18 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തും. ഇപ്പോൾ ഈ അയ്യങ്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3-4 സ്ഥലങ്ങളിൽ കേരള തമിഴ്നാട് അതിർത്തി ബോർഡറുകളുണ്ട്. മെയിൻ റോഡ് വരുന്ന സ്ഥലം അല്ലാതെ ചെറിയ പോക്കറ്റ് റോഡുകളൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ബോർഡറുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കാർഷിക മേഖലയാണ്, കർഷകരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നീലഗിരി ജില്ലയിലെ പന്തല്ലൂർ താലൂക്ക് പെട്ടിട്ടുള്ള സ്ഥലമാണ് ഈ അയ്യങ്കൊല്ലി എന്ന് പറയുന്നത്. പന്തല്ലൂരിലേക്ക് കൊടുക്കുന്ന ഏകദേശം ഒരു 10 കിലോമീറ്റർ 11 കിലോമീറ്റർ ദൂരം കാണും. അതുപോലെ തന്നെ ഗൂഡല്ലൂരിലേക്ക് ഒരു 23 കിലോമീറ്റർ ദൂരം കാണും. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതും വരുന്നതൊക്കെ സുൽത്താൻ ബത്തേരിയിലേക്കാണ്. അതായത് ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി ടൗണിലേക്ക് എത്തും. അപ്പോൾ സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് നിരവധി ബസ് സർവീസ്, ഒരു ദിവസം തന്നെ ഏകദേശം 36 പ്രാവശ്യം ബസ് ഇങ്ങോട്ട് വന്നു പോകുന്നതാണ് ഇവിടുന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം 6 ബസ്സുകളുണ്ട്. അത്ര 6 ബസ്സുകളിൽ 6 ബസ്സും 6 ട്രിപ്പ് വെച്ച് 36 പ്രാവശ്യം ഇവിടെ വന്നു പോകുന്നതാണ്. ഇപ്പോൾ ഈ ടൗണിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം, അത്യാവശ്യം തിരക്കുള്ള ഒരു പ്രദേശമാണ്. ഒഴിവ് ദിവസങ്ങളല്ലാത്ത ദിവസം പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുള്ളതായിട്ട് നമുക്ക് കാണും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു അത്യാവശ്യം ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ആശ്രയിക്കുന്ന ചെറിയൊരു സ്ഥലമാണ് ഈ അയ്യങ്കൊല്ലി. അയ്യങ്കൊല്ലി വന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് നമ്മൾ പറയാൻ ഒരുപാട് പരാതികളാണുള്ളത്. പൊതുവെ അയ്യങ്കൊല്ലി എന്ന് പറഞ്ഞാൽ നല്ലൊരു പോപ്പുലേഷനുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇന്ന് ഒരു വീക്കെൻഡ് ദിവസം കൂടെ അല്ല, ഇട ദിവസമാണ്, വർക്കിംഗ് ഡേയ്സ് ആണ്. ഈ സമയത്ത് ഇവിടെയുള്ള പരിസരങ്ങളിലുള്ള സ്ഥലങ്ങളിലൊന്നും ഇങ്ങനത്തെ ദിവസങ്ങളിൽ ആൾ വളരെ കുറവായിരിക്കും. ഈ ഞായറാഴ്ച ശനിയാഴ്ച മാത്രമേ കൂടുതൽ ആളുകൾ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ അയ്യങ്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സാധാരണ ഫീൽ ചെയ്യുന്നത് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ബസ് സർവീസുകളുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന്, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഇങ്ങോട്ട് 6 ബസ്സുകൾ സർവീസ് നടത്തുന്നത്. 6 ബസ് 6 ട്രിപ്പ് വീതമുണ്ട്. ഏകദേശം ഒരു ദിവസം 36 തവണ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഇങ്ങോട്ട് ബസ് വന്ന് പോകുന്നൊരു സ്ഥലമാണ്. കൂടുതൽ കുറച്ച് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ബസ്സുകൾ കുറവാണ്. കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നത് ഈ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഏകദേശം ഒരു 10-50 കൂടുതൽ ഓട്ടോറിക്ഷകളുണ്ട്. അത് കൂടുതലായിട്ടും ഓട്ടം വരുന്നത് ഇവിടുത്തെ ട്രൈബൽ വിഭാഗക്കാരാണ്. അവർ മാത്രമാണ് ഓട്ടം വിളിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ പരാതി. അതുമാത്രമല്ല, പെർമിറ്റ് ഇല്ലാതെ പ്രൈവറ്റ് ബസ്സുകൾ കൂടുതൽ സർവീസ് നടത്തുന്നുണ്ടെന്നുള്ളത് മറ്റൊരു പരാതി. അത് കാരണം ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടോറിക്ഷ ഓട്ടം കുറവാണെന്നുള്ളൊരു പരാതി അവർ പറയുന്നത്. അതുപോലെ തന്നെ ബസ് KSRTC ബസ്സുകൾ ഇതിലൂടെ കൂടുതൽ ഓടുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ത്രീകളൊക്കെ ഇപ്പോൾ KSRTC ബസ് ഫ്രീ ഉള്ളതുകൊണ്ട് എല്ലാവരും ആ ബസ്സിന് കാത്തിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ മറ്റുള്ള എല്ലാ സർവീസുകൾക്കും വളരെ നല്ലൊരു രീതിയിൽ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. പൊതുവേ ഈ ഗൂഡല്ലൂർ പ്രദേശത്ത് ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് സുൽത്താൻ ബത്തേരി എല്ലാ ഹോസ്പിറ്റലുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നല്ല സർവീസാണ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ. അതുമാത്രമല്ല, ഗൂഡല്ലൂർ ഭാഗത്ത് ഹോസ്പിറ്റൽ കുറവും ആണ്. അതുമാത്രമല്ല, ഉള്ള ഹോസ്പിറ്റലിൽ ചികിത്സ അത്ര തൃപ്തികരമല്ലാത്തതുകൊണ്ട് ജനങ്ങൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഇപ്പോൾ അയ്യങ്കൊല്ലി എന്നല്ല, ഈ സുൽത്താൻ ബത്തേരി വയനാടിൻ്റെ പരിസരത്തുള്ള നീലഗിരിയിൽ പെടുന്ന എല്ലാ സ്ഥലത്തുനിന്നുള്ള ആളുകളും കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് സുൽത്താൻ ബത്തേരി തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾ, അതായത് ഈ അയ്യങ്കൊല്ലി ഭാഗത്തുള്ള ആളുകൾക്ക് ഏകദേശം ഒരു 18 കിലോമീറ്ററാണ് സുൽത്താൻ ബത്തേരിയിലേക്ക് ദൂരം. അതുകൊണ്ട് കൂടുതലായിട്ട് ഇവിടുത്തെ ആളുകൾ ബത്തേരിയിലാണ് ആശ്രയിക്കുന്നത്. ഹോസ്പിറ്റാലിറ്റി മാത്രമല്ല, മറ്റുള്ള ഷോപ്പിംഗ് ആയാലും കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് അങ്ങോട്ടാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് കൂടുതലായിട്ട് സുൽത്താൻ ബത്തേരിയിലേക്ക് സർവീസ് ഉള്ളത് ബസ്.
ഇവിടെ വന്ന ഉടനെ തന്നെ നമുക്ക് കിട്ടിയ പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓട്ടോ ഡ്രൈവർമാരുടെ പരാതിയാണ്. അവർ പ്രൈവറ്റ് ബസ് സർവീസുകൾ കൂടിയതിൻ്റെ പേരിൽ അവർക്ക് ഉണ്ടാകുന്ന നഷ്ടം, അതുപോലെ തന്നെ ഇവരെല്ലാവരെയും വെട്ടിലാക്കിക്കൊണ്ട് KSRTC ഇപ്പോൾ ഫ്രീ സർവീസ്, അത് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസ് നടത്തുന്നതുകൊണ്ട് സ്ത്രീകളൊക്കെ ആ ബസ്സിന് കാത്തു നിൽക്കുന്നുണ്ട്, മറ്റുള്ള വണ്ടികൾക്കെല്ലാം ഓട്ടം കുറഞ്ഞിരിക്കുക എന്നുള്ളൊരു പരാതിയാണ്. ഇവിടെ ജീപ്പും ഓട്ടോറിക്ഷയൊക്കെ സർവീസ് നടത്തുന്ന ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ഒക്കെ ഇപ്പോൾ പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്നതുകൊണ്ട് അത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അതുപോലെ തന്നെ ജീപ്പ് ഡ്രൈവർമാരൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നുള്ളത് ഒരു പരാതിയാണ്. പിന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പരാതി, ഈ പരിസരത്ത് ഹോസ്പിറ്റലിന് അത്ര വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ കൂടെ 3ഓളം ഡിസ്പെൻസറികൾ ഒരാവശ്യമില്ലാതെ അവിടെ കെട്ടിപ്പടുത്തിട്ടുണ്ടെന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു പരാതി എന്നോട് പറഞ്ഞത്, ഇവിടെ ഇത്രയും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിനുള്ള ഒരു സൗകര്യം ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് സ്ഥലം ഈ ടൗണിൻ്റെ പരിസരത്ത് ഉണ്ടായിരുന്ന സ്ഥലത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ സർക്കാരിനെ സമീപിച്ച സമയത്ത് ആ സ്ഥലത്ത് സർക്കാർ അനുവദിച്ചതാണെങ്കിൽ ഒരു ഉഴവർ ചന്ത എന്ന് പറഞ്ഞ സംഭവം, അതായത് ആഴ്ചച്ചന്ത നടക്കുന്ന ഒരു സ്ഥലം, ചന്ത നടക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിന് വേണ്ട ഒരു കെട്ടിടമാണ് അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് വരണം എന്ന് ഈ ജനങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു ചന്ത, ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് വന്നിട്ടുള്ളത്. അതിനുള്ള കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് കിടക്കുന്നല്ലാതെ അവിടെ ഇതുവരെ ഒരു ചന്തയും നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ബിൽഡിങ് പണി പൂർത്തീകരിച്ച് എല്ലാം ഇപ്പോൾ കാട് പിടിച്ച് അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കിയപ്പോൾ അതിൻ്റെ ഗേറ്റ് മുതൽ അതിൻ്റെ അകത്തേക്കുള്ള എല്ലാ ഭാഗങ്ങളും പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ അത് ഓപ്പണായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമില്ല. ഏകദേശം 50 ലക്ഷം രൂപ ഇതിന് വേണ്ടി ചെലവഴിച്ചു. അത് മൊത്തം വെറുതെ ആ പൈസ വെറുതെ പോയി എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ മറ്റൊരു പരാതി. നമുക്കിനി ഇവിടുന്ന് ബോർഡർ കടന്ന് വയനാടിൻ്റെ അതിർത്തിയിലേക്ക് കടക്കുമ്പോഴുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ മഴ ഏകദേശം ഇങ്ങനെ പെയ്ത് വരികയാണ്. നമ്മൾ ഏതായാലും ഇനി അങ്ങോട്ട് പുറപ്പെടാൻ പോകുന്നത്. അയ്യങ്കല്ലിൽ നമ്മൾ കൂടുതലായിട്ട് ഇനി ഇവിടെ നമുക്ക് കാണാനൊന്നുമില്ല. ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മലൻ്റെ മുകളിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെ ഒരു സ്വാമിയാർ ഒറ്റയ്ക്ക് താമസിക്കുന്നൊരു കഥയൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ആ സ്വാമിയാർ ഇപ്പോൾ കാശ്മീരിലേക്ക് പോയിരിക്കാമെന്നാണ് പറഞ്ഞത്. 2 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം അവിടെ പോയി കാണണം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാടായതുകൊണ്ട് ആനശല്യം ഭയങ്കരമായിട്ടുണ്ടാവും, ആന നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാമെന്നുള്ളത് സേഫ് അല്ലാത്തതുകൊണ്ട് നമുക്കത് പിന്നീട് ഒരിക്കൽ പോവാം. ഓക്കെ, പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ തേയിലപ്പൊടിൻ്റെ കാര്യമാണ്. അപ്പോൾ നീലഗിരി തേയിലപ്പൊടി ആവശ്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ഇങ്ങനെ ഓർഡറുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഓർഡർ തന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ വീഡിയോ നമ്മൾ എടുക്കാൻ പോകുന്നതൊക്കെ ഉള്ളൊരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു സ്വന്തം ബ്രാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇടയിൽ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും സഹകരിക്കണം. ഓക്കെ, 400 ഗ്രാമിൻ്റെ പാക്കും 800 ഗ്രാമിൻ്റെ പാക്കൊക്കെ ഉണ്ട്. പിന്നെ വേറെ കുറച്ച് പ്രോഡക്റ്റ്സുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഫർദറായിട്ട് പിന്നീടുള്ള ദിവസങ്ങൾ ഞാൻ അറിയിക്കാം. ഇപ്പോൾ തേയിലപ്പൊടി ആവശ്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചുതരാം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കണ്ടന്റിലേക്ക് കിടക്കാം. ഇപ്പോൾ അയ്യങ്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 3 റോഡുകളാണ് തിരിഞ്ഞു പോകുന്നത്. ഈ 3 റോഡുകളോട് പോയി കഴിഞ്ഞാലും കേരളത്തിലേക്ക് കടക്കാനുള്ള ബോർഡർ ചെക്ക് പോസ്റ്റുകളുള്ള ചെക്ക് പോസ്റ്റുകൾ ക്രോസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ റൂട്ടിലും ഏകദേശം 2 ചെക്ക് പോസ്റ്റുകളുണ്ട്. 2 ഭാഗത്തോടെ തിരിഞ്ഞു പോകാൻ പറ്റും. അത് ഒന്ന് ചീരാൽ ഭാഗത്തേക്ക്, അതായത് വയനാട് ചീരാൽ ഭാഗത്തേക്ക് പോകുന്നൊരു റോഡുണ്ട്. അതുപോലെ തന്നെ ചുള്ളിയോട് ഭാഗത്തേക്ക് പോകുന്ന മറ്റൊരു റോഡുണ്ട്. ഈ 2 റോഡിലൂടെ പോയി കഴിഞ്ഞാലും നമുക്ക് ചെക്ക് പോസ്റ്റുകളുണ്ട്. ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് എല്ലാം കാർഷിക മേഖലയാണ്. ഒരുപാട് കൃഷിയുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ അയ്യങ്കൊല്ലി എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്തൂടെയൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൂടെ മാത്രമല്ല, നമ്മൾ അയ്യങ്കൊല്ലി ടൗണിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന മറ്റ് 2 ഭാഗത്തേക്കും വീടുകൾ ഒരുപാടുണ്ടാവും. ഈ വഴിക്ക് പോകുന്ന വഴിക്ക് വനം പ്രദേശങ്ങൾ കുറച്ച് ഭാഗത്തേക്കുണ്ട്, നാട്ടിൻ പ്രദേശങ്ങൾ കുറച്ച് ഭാഗത്തേക്കുണ്ട്, കുറേ ഭാഗത്ത് കൃഷിയിടങ്ങളുണ്ട്. ഇപ്പം ഞാൻ പോകുന്ന ഈ സമയം ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മുടെ വീഡിയോ വിസിബിലിറ്റിക്ക് ചിലപ്പം ചെറിയ തടസ്സങ്ങളൊക്കെ വരും. കാരണം ലെൻസിലേക്ക് മഴ വീഴുന്ന സമയത്ത് നമുക്ക് കാഴ്ച നഷ്ടപ്പെടും. പോകുന്ന വഴിക്ക് സ്കൂളുകളുണ്ട്, ചെറിയ സ്കൂൾ. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ നമുക്ക് കാണാം. ആ ഗ്രൗണ്ടിൻ്റെ പരിസരത്തൊക്കെ വീടുകളുണ്ട്, കൊച്ചു കൊച്ചു വീടുകളുണ്ടാവും. ആ ഭാഗത്തേക്ക് തെങ്ങും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. വനമേഖല ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊത്തം യൂക്കാലിപ്റ്റസ് മരങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഓരോ പ്രദേശങ്ങളാണ് ഇവിടെ. അപ്പോൾ മഴയത്ത് ഇതിലൂടെയുള്ള യാത്ര നമുക്ക് നല്ലൊരു അനുഭവം തരുന്നുണ്ട്.
ഇപ്പം നമ്മൾ ഈ പോകുന്നതൊക്കെ ശരിക്കും നല്ല ഉൾപ്രദേശമാണ്. ഇതിലൂടെ ഒന്നും അങ്ങനെ അധികം ആരും യാത്ര ചെയ്യാത്തൊരു സ്ഥലമാണ്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ മാത്രം, ലോക്കൽസ് മാത്രം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ആ റോഡിൽ നിന്ന് തന്നെ മറ്റൊരു റോഡ് തിരിഞ്ഞു പോകുന്നത് കാണാം. ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാലാണ് ചീരാൽ ഭാഗത്തേക്കുള്ള ആ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉള്ളത്. അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോടെ പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് നമ്മളവിടെ അന്വേഷിച്ചതിന് ശേഷം നമ്മളിപ്പോൾ അതിലൂടെ പോവാണ്. ചെറിയൊരു വീതി കുറഞ്ഞൊരു റോഡാണ്. ഒറ്റപ്പെട്ട വീടുകളൊക്കെ കാണാം. പിന്നെ ഈ യൂക്കാലിപ്റ്റസ് ഗ്രാൻഡിസ് മരങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങൾ ചില ഭാഗത്തൊക്കെ ഉണ്ടാവും. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവോ ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ റോഡ് വലത്തോട്ടും ഇടത്തോട്ടും പോകുന്നു. ഇവിടെ ചെറിയൊരു കെട്ടിടമുണ്ട്. അവിടെ പോലീസുകാരും ഇരിക്കുന്നു. ഈ ഇടതുഭാഗത്തേക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കടന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇത് നേരെ നമുക്ക് ചീരാൽ ഭാഗത്തേക്ക് പോകാൻ പറ്റും. വയനാട് ചീരാൽ ഭാഗത്തേക്ക് പോകാൻ പറ്റും. ഇപ്പം നമ്മൾ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ചെക്ക് പോസ്റ്റ് കടന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോകുന്ന റോഡ് കേരളത്തിൽ പെട്ടത് തന്നെയാണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം നമ്മൾ സ്റ്റേറ്റ് ഹൈവേ റോഡുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്ന ബോർഡർ പോലെ അല്ല അത്. ഇതൊരു ഉൾപ്രദേശമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ ഉള്ളത് ഈ പരിസരത്തുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റുള്ളവർക്കൊന്നും ഇങ്ങനൊരു ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളതൊന്നും പുറത്തുനിന്നുള്ള ആർക്കും അറിയാനൊരു സാധ്യതയില്ലാത്തൊരു സ്ഥലം. ഇവ നമ്മൾ കടന്ന് ഇതിൻ്റെ അകത്തേക്ക് കടന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. കുറേ കൃഷിയിടങ്ങളുണ്ട്. പിന്നെ കുറേ ഭാഗം ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. കേരള തമിഴ്നാട് ബോർഡർ ചെക്ക് പോസ്റ്റ് കടന്നതിന് ശേഷം അവിടെ കാണുന്ന റോഡിലൂടെ ഇങ്ങനെ വന്നപ്പോൾ ഒരു സ്ഥലത്തെത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് ഭൂതങ്കണ്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇത് ആക്ച്വലി ഇത് തമിഴ്നാട്ടിൽ പെടുന്ന സ്ഥലം തന്നെയാണ്. കേരളത്തിൻ്റെ ഭാഗം വരുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക്, റോഡിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് കുറച്ച് ഫോറസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കേരളത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ അത്ര വലിയൊരു ജനം തിങ്ങി താമസിക്കുന്ന സ്ഥലമൊന്നുമല്ല. ഒറ്റപ്പെട്ട വീടുകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഈ ട്രൈബൽ വിഭാഗക്കാർ താമസിക്കുന്ന കുറച്ച് വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, ഇവിടെ നിന്നൊക്കെ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് സുൽത്താൻ ബത്തേരി ഭാഗത്തേക്ക് തന്നെയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ പെടുന്ന സ്ഥലമാണ്. എന്നിരുന്നാൽ പോലും അത് പോകുന്നത് ഇവരെ ആൾക്കാർ ഇവിടുന്ന് കൂടുതലായിട്ട് ആക്സസ് ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയാണ് ആശ്രയിക്കുന്നത്. ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കോളനിയാണ്. ഇവിടെ ഈ ട്രൈബൽ വിഭാഗക്കാരാണ് താമസിക്കുന്നവർക്ക് പുതിയ വീടൊക്കെ സർക്കാർ വെച്ചു കൊടുത്ത വീടാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ താഴേക്ക് കുറച്ച് കോളനി വീടുകളൊക്കെ ഉണ്ട്. ഇത് പേരെന്താ? എൻ്റെ പേര് അജിത്ത് ഉണ്ടോ? അജിത്ത് ഇവിടെ താമസിക്കുന്ന പണിക്കൊക്കെ പോകുന്നുണ്ടോ? എന്താ പണി? കൂലിപ്പണിക്കൊക്കെ പോകില്ലേ? ഓക്കെ. ഇവിടെ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 വീടുകൾ മാത്രമേ ഉള്ളൂ കാണുന്ന ഈ പഴയ വീട്. ഈ 3 വീട്ടിലുള്ള ആൾക്കാർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നുള്ളത് റോഡിൻ്റെ അപ്പുറത്തെ വശത്തേക്കുള്ള കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രൈബൽ കോളനിയാണ്. ഇത് ഭൂതങ്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലം. ആ സ്ഥലത്തിന് വേറൊരു പേരുണ്ട്. ഇവിടെ ഈ കാണുന്നതാണ് ഇവരുടെ വീട്. ഇവിടെ ജസ്റ്റ് ഒരു 3 ഫാമിലീസ് മാത്രമാണ് ഇവിടെ താമസിക്കുന്നുള്ളൂ. ഒരു എസ്റ്റേറ്റ് ലയം പോലെ നീളത്തിൽ കെട്ടിട്ടിരിക്കുന്ന ഒരു കോളനിയാണ്. അത് പഴയ കാലത്തെ ഒരു കോളനിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പുതിയ വീടുകളായിട്ട് ഇവിടെ ഒരു 4 വീടുകൾ പുതിയതായിട്ട് കെട്ടിയിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ വീടുകളോ മറ്റൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ താഴേക്കുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് ഒക്കെ പ്രൈവറ്റ് ആൾക്കാരുടെയാണ്. അതായത് മറ്റുള്ള ആൾക്കാരുടെ പറമ്പും തോട്ടങ്ങളൊക്കെ. ഒരു പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ? ഇത് നിങ്ങളെ വീടാ? ഓക്കെ. എന്താണ് പണി കഴിഞ്ഞ് വരുവാണോ? കൃഷിപ്പണിയാ? സ്വന്തം സ്ഥലമുണ്ടോ കൃഷി ചെയ്യാന്? പാട്ടത്തിനെടുത്തിട്ട് ചെയ്യായിരിക്കും അല്ലേ? വേറെ ആൾക്കാർ അതിൽ പാട്ടത്തിനെടുത്തിട്ട് ചെയ്യുന്നു. ഓക്കെ. വാദത്തിന്റെ അസുഖമോ? ഇങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. എവിടെ പോവാ? ഇങ്ങനെ ഈ മഴയത്ത് ഇറങ്ങി നടന്നാലേ പിടിക്കണോ? പിടിക്കട്ടെ? പിടിക്കാൻ സമ്മതിക്കില്ല. ഒരു കുറേ നേരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ ഇറങ്ങണം. പിടിക്കാനൊന്നും സമ്മതിക്കില്ല. പിടിക്കട്ടെ പറഞ്ഞപ്പോൾ വേണ്ടെന്ന്.
വാദത്തിൻ്റെ അസുഖമായിട്ടിരിക്കുന്ന ഒരാളാണ്, വയസ്സായ ആളാണ്. ഏതായാലും നമുക്ക് ഇവിടുന്ന് മടങ്ങിപ്പോവാം. നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോയിട്ട് ഇവിടെ തന്നെ വേറൊരു ബോർഡർ ഉണ്ട്, അത് വഴിക്ക് പോയി നോക്കാം. നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് മടങ്ങി വന്നു. ഇവിടെ നിന്ന് ഇനി നമ്മൾ തിരിഞ്ഞിങ്ങനെ പോവാണ്. ഇവിടെ ഒരു ജംഗ്ഷൻ, അവിടെ ആരുമില്ല, മൊത്തത്തിലൊരു ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇപ്പോൾ ആ കാറ് പോകുന്ന റൂട്ടിലൂടെ നമ്മൾ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതായത് കേരള തമിഴ്നാട് ബോർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് വഴിക്കാണ് നമ്മൾ ഇനി പോകുന്ന വഴിക്ക് ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ പോപ്പുലേഷൻ ഇല്ലാത്ത സ്ഥലമാണ്. ഇവിടെ നിന്ന് ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ്. അതായത് കൂടുതലായിട്ട് ഇവിടെ യൂക്കാലിപ്റ്റസ് മരങ്ങൾ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ റോഡുകളൊക്കെ പോകുന്നത്. ഒരുപാട് വിട്ടുവിട്ടാണ് വീടുകളൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് ഈ ഏരിയ അത്രയ്ക്ക് വലിയ പരിചയമല്ല. ഇവിടെ പല സ്ഥലങ്ങളിലും ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ ആന ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ പകൽ സമയത്തൊക്കെ ആന ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോകാനൊരു വഴിയുണ്ട്. എന്നാലും കുറച്ച് ദൂരം ഇതിൻ്റെ അകത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. റോഡ് സൈഡിലാണ് അങ്ങനത്തെ പുല്ലുകളാണ് കൂടുതൽ. ഈ പുല്ലും യൂക്കാലിപ്റ്റസ് മരങ്ങളുമാണ്. ചില സമയത്ത് നല്ല കോട മൂടിയൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. അതിൽ പോവാം. വണ്ടികൾ പോകണ്ടെന്നല്ലാതെ ആൾക്കാരും കാണാനല്ല. ഭയങ്കര സൈലൻ്റാണ് ഇവിടെ. ഈ റോഡിലൂടെ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയൊരു ചെക്ക് പോസ്റ്റ് ഇവിടെ ഉണ്ട്, അതൊന്ന് കാണാം. വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ കണ്ടില്ലേ യൂക്കാലിപ്റ്റസ് മരങ്ങളും അതിൻ്റെ ഇടയിലുള്ള പുൽമേടും ഒക്കെ ആയിട്ട്. ഇത് ഫോറസ്റ്റ് ഏരിയ ആവാനാണ് സാധ്യത. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ ട്രൈബൽ കോളനികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല അടിപൊളിയായിട്ടുണ്ട് സ്ഥലം. യൂക്കാലിപ്റ്റസ് മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, ഗ്രാൻഡീസ്. ഒന്നാമത് മഴ പെയ്തുകൊണ്ടാണ് ഇത്രയും ഭംഗി ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. മഴ പെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്നറിയില്ല. ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് കുറേ ദൂരത്തേക്ക്. സൂപ്പർ. ട്രൈബൽസാണ് ഇവിടെ ഉള്ളത്. നടന്നു പോകുന്നുണ്ടോ? ഇവിടെ നിന്ന് അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ട്. ഈ റോഡ് നേരെ പോകുന്നത് ചുള്ളിയോടാണ്. മാങ്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മാങ്കോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കക്കുണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ചെക്ക് പോസ്റ്റ് ഉള്ളത്, തമിഴ്നാട് കേരള ചെക്ക് പോസ്റ്റ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കേരളമായി. അപ്പോൾ ഈ ഒരു ബോർഡർ പ്രദേശത്തുള്ള ഒരു ജീവിത രീതി ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് കൃഷിയാണ്. എല്ലാ സ്ഥലത്തും നോക്കി കഴിഞ്ഞാൽ കാപ്പി, കുരുമുളക് ഇങ്ങനെയുള്ള കൃഷികൾ മാത്രമുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കോളിമാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ശ്രീ ഭഗവതി ക്ഷേത്രം കോളിമാട്. ഇവിടെ എന്തോ നഴ്സറി ഫാം എന്തോ ഉണ്ട്. പക്ഷെ പക്ക സൈലന്റ് ഏരിയ ആണ്, ആരും കാണാനല്ലോ. ഐശ്വര്യ നഴ്സറി ഫാം. ഇതൊരു ചെറിയ ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റാണ്. ഇവിടുന്ന് ഉള്ളിലേക്കൊക്കെ വഴിയുണ്ട് കേട്ടോ. ഓട്ടോറിക്ഷ പോകുന്നുണ്ടോ? ഏതോ ഒരു കൊല്ലിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ചർച്ചുണ്ട്, സെൻറ്റ് ജോർജ് മലങ്കര കാത്തലിക് ചർച്ച്. അതിനുള്ളിലേക്ക് അങ്ങോട്ട് ചെറിയൊരു സിമെൻറ്റ് റോഡൊക്കെ പോകുന്നുണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് നല്ല സീനറിയാണ് ആ ഭാഗത്തെ. പക്ഷേ എന്താണെന്ന് ജസ്റ്റ് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. സീനറി മീൻസ് നല്ല ഗ്രാൻഡീസ് മരങ്ങളും പുല്ലും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. കുറച്ച് സിമെൻറ്റ് റോഡ്, താഴേക്ക് റോഡുണ്ട്. ആനപ്രദേശമാണോന്ന് അറിയില്ല.
എന്നാലും അടിപൊളിയായിട്ട് അങ്ങോട്ട് പോകാൻ. മേളിലേക്ക് പോയാൽ എന്താണെന്ന് അറിയത്തില്ലല്ലോ, എവിടേക്കാണ് ഇത് വഴി പോകുന്നതെന്നും അറിയില്ല. പോണോ വേണ്ട, റിസ്ക് എടുക്കണ്ട. പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ ബത്തേരിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പകൽ സമയത്ത് കാട്ടാനെ കണ്ടുമുട്ടിയതാ. അപ്പോൾ കണ്ടുമുട്ടിയതാ, പക്ഷെ കണ്ടുമുട്ടിയില്ല, ഞാനത് സൈഡിൽ നിൽക്കുന്നത് കണ്ടു. പക്ഷെ റോഡിനോട് ചേർന്നായിരുന്നു നിന്നിരുന്നത്, കൊമ്പനായിരുന്നു. അപ്പോൾ അവിടെ പോലീസർ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടാവും, അവർ പറയും ആന കുറച്ച് കുറുമ്പനാണെന്ന് പറയും. വണ്ടിൻ്റെ പിന്നാലെയൊക്കെ ചിഹ്നം വിളിച്ചിട്ട് വരും. എന്നാൽ റിസ്ക് എടുക്കാൻ ഞാനില്ല, നമുക്ക് നേരെ മുമ്പോട്ട് ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഓക്കെ, എന്താ രസം ഇവിടെ കാണാൻ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ സ്ഥലം, വെരി നൈസ്. ഓക്കെ, എവിടെ ഒരു വീടുണ്ടല്ലോ. ഇതേതാണ് സ്ഥലം, ഇതിൻ്റെ പേരെന്തെന്നാ, ഒരു പള്ളിയൊക്കെ ഉണ്ട്, പണി നടക്കുന്നു. ചേട്ടാ ഇതേതാ സ്ഥലം, ഇതേതാ സ്ഥലം? തിരുവമ്പാടിയോ? ആ ശരി, തിരുവമ്പാടി ആണ്. ആ കഴിഞ്ഞത് മാങ്ങോടാ അല്ലേ? ആ ശരി ശരി. ആ ഓക്കെ ഓക്കെ, കാക്കുണ്ടി. ആ ഓക്കെ, ചുള്ളിയോട്. ആ ഓക്കെ ശരി. അപ്പോൾ നമ്മൾ മാങ്ങോടും ഒക്കെ കഴിഞ്ഞു. മാങ്ങോട് കഴിഞ്ഞ് തിരുവമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഇപ്പോൾ നമ്മൾ എത്തിയത്. തിരുവമ്പാടി കഴിയുമ്പോൾ പിന്നെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോവും. അത് പിന്നെ കേരളമാണ്. ചുള്ളിയോട് എത്തൂല, അതിൻ്റെ മുമ്പുള്ള കുറച്ച് ഗ്രാമപ്രദേശങ്ങൾ. ഓക്കെ, ഇവിടെ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെറിയ കോൺക്രീറ്റ് റോഡുകൾ ഉള്ളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതെല്ലാം ഞാൻ വിചാരിക്കുന്നത് ട്രൈബൽ കോളനിയിലേക്ക് പോകുന്ന റോഡുകളായിരിക്കാനാണ് സാധ്യത. അങ്ങനെ അയ്യങ്കൊല്ലിയിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന മറ്റൊരു ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ കാണാം ചെക്ക് പോസ്റ്റ്. ഇത് കക്കുണ്ടി ചെക്ക് പോസ്റ്റാണ്. ഇവിടെ ചെക്ക് പോസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ സ്ഥലം ഇതാണ് കക്കുണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, ഒരു ചെറിയൊരു കവലയാണ്. കഴിഞ്ഞ് ഇനി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചുള്ളിയോടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് കേരളത്തിൻ്റെ പരിധിയിലാണ്. ചുള്ളിയോടിൻ്റെ ഏകദേശം അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ റോഡിന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചുള്ളിയോട് എത്തും. മഴ പെയ്തിരുന്നു. നമ്മൾ കുറേ സ്ഥലം ഇങ്ങനെ ഉള്ളിൽ കൂടെ റോഡ് കൂടെ ഒക്കെ പോകാമെന്ന് വെച്ചപ്പോൾ ആൾക്കാരൊന്നും കാണാത്തതുകൊണ്ട് ചോദിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ പോകാണ്ടിരുന്നത്. കാരണം എനിക്ക് ഇവിടെ സ്ഥലം എങ്ങനെയാണെന്ന് അറിയില്ല. ചില സ്ഥലത്ത് ചിലപ്പോൾ ആനയൊക്കെ നിൽക്കുന്നുണ്ടാവും എന്നുള്ളൊരു ഭയം. ചിലപ്പോൾ ആന ഉണ്ടാവില്ലായിരിക്കാം, എനിക്ക് പേടി തോന്നിയതായിരിക്കും. പക്ഷേ കാടുകൾ കാണുമ്പോൾ നമുക്ക് അതേപോലെ തോന്നി. അതുകൊണ്ട് റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ അകത്തേക്കൊന്നും പോയില്ല. പിന്നെ ഇനിയിപ്പോൾ ആ റോട്ടോട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റിയ ട്രൈബൽ കോളനികൾ മാത്രമായിരിക്കും.
ഏതായാലും ഞാൻ അവിടെ നിന്ന് വന്ന് ഇപ്പോൾ ഇവിടെ എത്തി. ഇവിടെ ഒരു പാടാണ്, മൊത്തത്തിൽ പാടങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ഥലം. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ വീടുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് കരഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയ വീടുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ വാഴക്കൃഷി മറ്റൊക്കെ ഉണ്ട്. പിന്നെ ട്രാക്ടറൊക്കെ ഒരുപാട് ഇറക്കിയിട്ട് 4 സൈഡും ട്രാക്ടർ ഓടുന്ന ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ചുള്ളിയോടാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ വേറെ കൂടുതൽ നമുക്ക് കാണാനില്ല. ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ തേയിലപ്പൊടിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ആരെങ്കിലും തേയിലപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി പൊടിയാണ്, ഗ്യാരണ്ടി. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പൊടികളിൽ ഉള്ളതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടാണ് നമ്മൾ അത് ബ്ലെൻഡ് ചെയ്തിട്ട് അയക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, സാമ്പിൾ പഠിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. ഓക്കെ, അതുവരേക്കും ബൈ.